ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ വിജയം നേടി പരമ്പര ഇന്ത്യ ഇന്ന് വിജയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ടിന് വേണ്ടി ഓപ്പണർമാരായ സോൾട്ട് ഡക്കറ്റ് ജോഡി വളരെ മികച്ച തുടക്കമായിരുന്നു നൽകിയത്. എല്ലാ ഓവറിലും അറ്റ്ലീസ്റ്റ് ഒരു ബൗണ്ടറിയെങ്കിലും വെച്ച് നേടാൻ ശ്രമിച്ച ജോഡി ആദ്യ പവർ പ്ലേയിൽ 81 റൺസ് നേടി. ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സ് പവർ പ്ലേയിൽ വിക്കറ്റ് നേടാൻ കഷ്ടപ്പെടുന്നത് പോലെയാണ് കാണപ്പെട്ടത്. പ്രത്യേകിച്ചും മുഹമ്മദ് ഷാമി. അരങ്ങേറ്റക്കാരൻ വരുണായിരുന്നു ആദ്യ വിക്കറ്റ് സ്വന്തമാക്കിയത്. എന്നാൽ ഇതുവരെയുള്ള പരമ്പരയിൽ കണ്ടതുപോലെ ഒരു തകർച്ച നേരിടാതെ പിന്നീട് വന്ന ഇംഗ്ലീഷ് ബാറ്റേഴ്സ് എല്ലാം ഒരു ഡീസന്റ് പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് ഔട്ടായി പോയത്. 3-4 വിക്കറ്റിൽ 117 റൺസ് ബ്രൂക്ക്, റൂട്ട്, ബട്ട്ലർ താരങ്ങൾ നേടിയിരുന്നു. ജഡേജ ഒരിക്കൽ കൂടി സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് നടത്തിയപ്പോൾ ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സ് കൂടുതലും ഷോർട്ട് ആൻഡ് വൈഡായി പന്തെറിയാനായിരുന്നു മത്സരത്തിൽ ശ്രമിച്ചത്. സ്റ്റംപിനെ കൂടുതലായി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ തോന്നിയില്ല. തുടക്കത്തിൽ അക്ഷർ പട്ടേൽ ഡ്രോപ്പ് ചെയ്ത് ക്യാച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഓവറോൾ ഗ്രൗണ്ട് ഫീൽഡിംഗും ക്യാച്ചിങ്ങും മത്സരത്തിൽ മികച്ചത് തന്നെയായിരുന്നു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിന്റെ 305 ചേസ് ചെയ്തിറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി രോഹിത്, ഗിൽ കൂട്ടുകെട്ട് വളരെ മികച്ച സ്റ്റാർട്ടായിരുന്നു നൽകിയത്. ഇതിൽ രോഹിത് യൂഷ്വൽ ടൈമിംഗ് പിക്ക് ചെയ്യാൻ തുടങ്ങിയതോടെ അനായാസം റൺസ് ഇന്ത്യൻ സ്കോർ ബോർഡിലേക്ക് എത്തി. ആദ്യ 10 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 77 ആയിരുന്നു ഇന്ത്യ നേടിയത്. ഓവർ പിച്ചായി പന്തുകൾ എറിഞ്ഞുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് ബൗളേഴ്സും ഇന്ത്യക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി മാറ്റി. രോഹിത് 30 പന്തിൽ 50 തികച്ചപ്പോൾ ഗിൽ 45 പന്തിൽ നിന്നാണ് 50 നേടിയത്. 17-ാം ഓവറിൽ 136 ആയപ്പോഴായിരുന്നു ഗില്ലിന്റെ രൂപത്തിൽ ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായത്. അധികം വൈകാതെ കോഹ്ലിയും ആദിൽ റഷീദിന് വിക്കറ്റ് നൽകി മടങ്ങി. എന്നാൽ പിന്നീട് ഒത്തുചേർന്ന ശ്രേയസ്, രോഹിത് ജോഡി 70 റൺസ് പാർട്ണർഷിപ്പ് കൂട്ടിച്ചേർത്ത് മത്സരം ഇന്ത്യയുടെ പരിധിക്ക് എത്തിച്ചു. ഇതിനിടയിൽ രോഹിത് തന്റെ 32ാം സെഞ്ചുറിയും സ്വന്തമാക്കി. 76 പന്തിൽ നിന്നായിരുന്നു രോഹിത് സെഞ്ചുറി നേടിയത്. വിക്കറ്റ് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ശ്രേയസിനെതിരെ വുഡിനെ കൊണ്ടുവന്ന് ഷോർട്ട് ബോൾ സ്ട്രാറ്റജിയും ഇംഗ്ലണ്ട് പയറ്റ് നോക്കിയിരുന്നു. എന്നാൽ ഈ പ്ലാൻ വുഡിന്റെ ഒരു ഓവറിൽ 17 റൺസ് അടിച്ച് ശ്രേയസ് പൊളിച്ചു. തൊട്ടടുത്ത 30-ാം ഓവറിലാണ് രോഹിത് ലിവിങ്സ്റ്റണിന് വിക്കറ്റ് നൽകി മടങ്ങിയത്. 90 പന്തിൽ 119 ആയിരുന്നു രോഹിത് നേടിയത്. ഓൾറെഡി രോഹിത് ഇന്ത്യ വിന്നിംഗ് പൊസിഷനിലേക്ക് എത്തിച്ചതുകൊണ്ട് പിന്നീട് സിംഗിളുകൾ ഇട്ടാലും മത്സരം വിജയിക്കാമെന്ന നിലയിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. അക്ഷർ, ശ്രേയസ് താരങ്ങൾ 38 റൺസിന്റെ കൂട്ടുകെട്ടും പിന്നീട് 17, 11, 15 എന്നിങ്ങനെയും പാർട്ണർഷിപ്പ് വന്നതോടെ ഇന്ത്യ മത്സരം വിജയിക്കുകയാണ് ചെയ്തത്. എങ്കിലും ഈ രണ്ട് ഏകദിനത്തിലും ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ വിക്കറ്റുകൾ പെട്ടെന്ന് നഷ്ടപ്പെടുന്നു എന്ന ചെറിയൊരു കൺസേൺ ഇന്ത്യക്ക് ഇവിടെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും പരമ്പര വിജയവും അതിനേക്കാൾ ഉപരി രോഹിത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് റൺസ് കണ്ടെത്തി എന്നതും ഇന്ത്യക്ക് ഈ മത്സരത്തിലെ വലിയ പോസിറ്റീവാണ്. കൂടാതെ പ്രൊമോഷൻ ലഭിച്ച അക്ഷർ പട്ടേലും 2 മത്സരത്തിലും നല്ല പെർഫോമൻസ് നടത്തി. കോഹ്ലി കൂടി അടുത്ത മത്സരത്തിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് റൂട്ട്, ഡക്കറ്റ് എന്നിവരുടെ പിൻബലത്തിൽ 304 നേടിയത്. മറുപടി ബാറ്റിംഗിൽ രോഹിത് മുൻപിൽ നിന്ന് നയിച്ചപ്പോൾ ഗിൽ, അയ്യർ, അക്ഷർ എന്നിവരുടെ പിൻബലത്തിൽ ഇന്ത്യ മത്സരം 4 വിക്കറ്റിനാണ് വിജയിച്ചത്.